മസ്താനിക്ക് ലാലേട്ടൻ കൊടുത്ത കടുത്ത ശിക്ഷ എന്ത്? ഇന്ന് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകാൻ പോകുന്നത്? ശൈത്യയാണോ? എല്ലാം പറയാം. ഡേ 35 എവിക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെയാണ് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം നമുക്ക് രാവിലെ പുറത്തു വന്ന ആ പ്രൊമോയിലേക്ക് പോകാം. രാവിലെ നമ്മുടെ മസ്താനിയും നമ്മുടെ ലാലേട്ടൻ തമ്മിലുള്ളൊരു പ്രൊമോ പുറത്തു വന്നിരുന്നു. അതിനകത്ത് ലാലേട്ടൻ നമ്മുടെ മസ്താനിയോട് ഫയർ ആവുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിച്ചു. ആ പ്രമോയ്ക്കകത്ത് ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ വന്നിട്ട് മസ്താനിയോട് ചോദിക്കുന്നു, മസ്താനി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നീട് കിച്ചണിൽ നടന്ന ഇഷ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അക്ബർ പറയുന്നു, തിന്നാൻ വലിയ നാക്കാണ്, അവൾക്ക് കഴുകി വയ്ക്കാൻ വയ്യ എന്നാണ് പറയുന്നത് അക്ബർ. അതിനുശേഷം ശൈത്യ പറയുന്നുണ്ട്, റെനയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച്, രേണു ചേച്ചിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് പുറത്തെ കാര്യങ്ങൾ എല്ലാം സകലതും പറഞ്ഞിട്ടുണ്ടെന്ന് ആര് പറയുന്നു? ശൈത്യ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, വീട്ടുകാർക്ക് മസ്താനിയെക്കുറിച്ച് കംപ്ലൈൻ്റ് ആണ്, ഫുൾ കംപ്ലൈൻ്റ് ആണ്, അതിന് ശിക്ഷ തരുമെന്ന് പറയുന്നു. ഇത്രയാണ് പ്രമോയ്ക്കകത്ത്. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയൊന്നുമല്ല, അതായത് റെഡ് കാർഡ്, യെല്ലോ കാർഡ്, ഇതൊന്നുമല്ല ശിക്ഷ എന്ന് പറയുന്നത്. ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നല്ലെങ്കിൽ 2 വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ, അല്ലെങ്കിൽ 1 വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ. ഇതായിരിക്കും സംഭവം. എന്തായാലും നമുക്ക് നോക്കാം, അതായിരിക്കും സംഭവം. അല്ലാതെ റെഡ് കാർഡ് കിട്ടാനോ യെല്ലോ കാർഡ് കിട്ടാനോ സാധ്യതയില്ല. ഒന്നല്ലെങ്കിൽ 2 വീക്സ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ 1 വീക്ക് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കും. ഇതായിരിക്കും പണിഷ്മെൻറ്റ്. നിങ്ങൾ എഴുതി വെച്ചോ, ഇത് തന്നെയായിരിക്കും. എന്നാൽ നമുക്കത് നോക്കാം, എപ്പിസോഡ് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ പ്രൊമോനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും, എങ്കിലും ഞാൻ പറയാം. നമ്മുടെ പഴയ ബിഗ് ബോസ് സീസണിലെ 3 മത്സരാർത്ഥികൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരാൻ പോവുകയാണെന്നാണ് അറിഞ്ഞത്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് അവർ ബിഗ് ബോസ് വീടിനകത്ത് കയറുമെന്നാണ് അറിഞ്ഞത്. ഇന്ന് കയറിയാൽ നാളത്തെ ലൈവിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നാളെയാണ് അവർ കയറുന്നതെങ്കിൽ മറ്റന്നാളത്തെ ലൈവിനകത്ത് അവരെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ആരൊക്കെയാണ് കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 4 ആയിരുന്ന അഭിഷേക് ശ്രീകുമാറാണ് ഒന്നാമത്തെ മത്സരാർത്ഥി. അഭിഷേക് ശ്രീകുമാറിനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അറിയാലോ, കഴിഞ്ഞ സീസണിലെ ടോപ്പ് 4 ആയിരുന്നു നമ്മുടെ അഭിഷേക് ശ്രീകുമാർ. അതുപോലെ തന്നെ നമ്മുടെ സീസൺ 5 ടോപ്പ് 6 ആയിരുന്ന നമ്മുടെ സെറീന ജോൺസനാണ് രണ്ടാമത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത്. പിന്നെ സീസൺ 5 വിന്നറായി മാറിയ നമ്മുടെ അഖിൽ മാരാർ. ഇവർ 3 പേരാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരാൻ പോകുന്ന മത്സരാർത്ഥികൾ എന്ന് പറയുന്നത്. ഇവർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചലഞ്ചിനൊന്നുമല്ല അവർ വരുന്നത്. ഇവരുടെ മൂവിയുടെ പ്രൊമോഷനായിട്ടാണ് ഇവർ വരുന്നത്. ഇവരുടെ മൂവി ഇവരെല്ലാവരും കൂടി, ഇവർ 3 പേരും കൂടി അഭിനയിക്കുന്ന ഒരു മൂവി സെപ്റ്റംബർ മാസം 12-ാം തീയതി റിലീസാകാൻ പോവാണ്. തിയേറ്റർ റിലീസാണ്. അപ്പോൾ ആ മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മൂവിയുടെ പേരെന്ന് പറയുന്നത് മിഡ് നൈറ്റ് ഇൻ മുള്ളംകോലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ബിഗ് ബോസ് താരമായ സെറീന, അഖിൽ മാരാർ, അഭിഷേക്, ഇവർ 3 പേരും ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇവരെ കൂടാതെ ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡായി കയറിയ നമ്മുടെ വേദലക്ഷ്മിയും കൂടി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. വേദലക്ഷ്മിയാണ് സിനിമയിലെ നായിക എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ, അതായത് നമ്മുടെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജൂനയിലും അതുപോലെ തന്നെ ജൂനൈസും നമ്മുടെ സാഗർ സൂരി മതില്ലേ, നമ്മുടെ പണിയുടെ പ്രൊമോഷനായിട്ട്, അതുപോലെ തന്നെ ഈ സീസണിൽ ഇവരാണ് വരാൻ പോകുന്നത്. ഇവരുടെ മൂവിയുടെ പ്രൊമോഷനായിട്ട് ഇവരാണ് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അവർ വരുന്നതിനായിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുക. ഒന്നല്ലെങ്കിൽ ഇന്ന് കയറുകയാണെങ്കിൽ നമുക്ക് നാളത്തെ ലൈവിൽ, അല്ലെങ്കിൽ നാളെ കയറുകയാണെങ്കിൽ മറ്റന്നാളത്തെ ലൈവിൽ എന്തായാലും കാണാനായിട്ട് സാധിക്കും. എന്തായാലും അവർ വരുന്നുണ്ടെന്ന് ഷുവറാണ്. അവരെന്തായാലും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ എവിക്ഷനിലേക്ക് പോകാം. എവിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് പുറത്താകുന്ന അവരെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശൈത്യയാണ് ഇന്ന് പുറത്താകുന്നത്. 100% കൺഫേമാണ്. ശൈത്യ തന്നെയാണ് പുറത്താകുന്നത്. കാരണം ഏറ്റവും കുറവ് വോട്ട് ശൈത്യക്കാണ്. അതുകൊണ്ടാണ് ശൈത്യയാണ് പുറത്തു പോകുന്നത്. ഓക്കെ, ഇന്ന് പുറത്തേക്ക് പോകുന്നത് ശൈത്യയാണ്. ഇന്നലെ നമ്മൾ സാധ്യതകൾ പറഞ്ഞു വെച്ചിരുന്നു. നമ്മുടെ രേണുസുതി ഞാൻ 100% കൺഫേം പറഞ്ഞിരുന്നു, രേണുസുതി പോകുമെന്ന്. അതുപോലെ തന്നെ രേണുസുതി പുറത്തേക്ക് പോയി. അതുപോലെ തന്നെ അപ്പാനയുടെ സാധ്യത മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ, കൺഫേം ഞാൻ പറഞ്ഞിരുന്നില്ല.
അപ്പാനി അവിടെ നിൽക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അപ്പാനി ഇന്നലെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 2 പേര് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ബിഗ് ബോസ് വീടിനോട് വിട പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ശൈത്യയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് എവിക്റ്റ് ആകാൻ പോകുന്നത്. 100% കൺഫേമാണ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, 100% കൺഫേമാണ്. വേറെ എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. ശൈത്യ തന്നെയാണ് ഇന്ന് എവിക്റ്റായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ എവിക്ഷൻ്റെ ഒരു പ്രൊമോ പുറത്തു വന്നിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന്. ആ പ്രൊമോയ്ക്കകത്ത് ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നിട്ട് ഇപ്രകാരം പറയുന്നു, അപ്പോൾ ഇതിൽ ഒരാൾ പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. നല്ല സൗഹൃദത്തിലുള്ള 2 പേർ നല്ല സൗഹൃദത്തിൽ നിന്ന് ഇപ്പോൾ സൗഹൃദമില്ല എന്ന് പറയുന്ന 2 പേർ എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് അതായത് നമ്മുടെ ശൈത്യ, അനുമോള്, അതുപോലെ തന്നെ ആര്യൻ, ജിസേൽ, ഇവരെല്ലാവരും കൂടിയിട്ട് ഈ 4 പേരും കൂടി കൺസ്ട്രക്ഷൻ റൂമിലേക്ക് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ഇവർ കൺസ്ട്രക്ഷൻ റൂമിൽ നിന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും സേഫ് ആയെന്ന് തോന്നുന്നു. കാരണം ഇവർ 4 പേരാണ് പിന്നീട് ലാസ്റ്റ് ബാക്കി വരുന്നത്. അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ, അങ്ങനെയായിരിക്കാം. അതിനുശേഷം ലാലേട്ടൻ അവസാനം പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നയാൾ എന്ന് മാത്രമാണ് പറയുന്നത്. ഇങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഉറപ്പിച്ചോളൂ, നമ്മുടെ ശൈത്യ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. വേറെ ആരുമല്ല, ശൈത്യ തന്നെയാണ്. ഈ നിൽക്കുന്ന 4 പേരിൽ ഏറ്റവും കുറവ് വോട്ട് ശൈത്യക്കാണ്. അതുകൊണ്ട് ശൈത്യയാണ് ഇപ്രാവശ്യം പുറത്തേക്ക് പോകുന്നത്. ഇനി ശൈത്യ പോയത് അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫെയർ എന്നേ പറയത്തുള്ളൂ. കാരണം ഈ ബിഗ് ബോസ് വീട്ടിലുള്ളവരെ വെച്ച് ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷേ എങ്കിലും കുറച്ചും കൂടി ആക്റ്റീവ് ആവണമെന്ന് എനിക്ക് തോന്നിയൊരു വ്യക്തി കൂടിയാണ് ശൈത്യ സന്തോഷ്. അപ്പോൾ ശൈത്യ പോയതുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീടിനൊരു വലിയൊരു മെച്ചം ഉണ്ടാവുമെന്നോ അവിടെ നിന്നുകൊണ്ട് വലിയ മെച്ചം ഉണ്ടാക്കാൻ പറ്റുമെന്നോ എനിക്ക് തോന്നുന്നില്ല. കാര്യമായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒരു ഒരു പോരായ്മ കണ്ടിരുന്നു ശൈത്യയെക്കുറിച്ച്. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ശൈത്യ പോയത് ഫെയർ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം, ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.